ഹായ്, വെൽക്കം ബാക്ക് ടു ജെഷീസ് വ്ളോഗ്. ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്നെ ഒരു ക്രോഷ്യ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവർ. ഇത് ചെയ്യാൻ പഠിക്കാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ബിഗിനേഴ്സിനും ഒക്കെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്തെടുക്കാം മാത്രം മതി. അല്ലാണ്ട് ഭയങ്കര എണ്ണൊക്കെ നോക്കി അങ്ങനെ ഒരു കറക്റ്റ് പാറ്റേണിൽ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു റോയിൽ ഇത്തിരി മിസ്റ്റേക്കൊക്കെ പറ്റിയാലും യാതൊരു കുഴപ്പമില്ല. അങ്ങനെ അത് പറഞ്ഞത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാറ്റേണാണ്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ? ഇത് ഇഷ്ടമായില്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ലൊരു ഒറിജിനൽ ഫ്ലവറിൻ്റെ ലുക്ക് ഇല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനിത് ഒരെണ്ണം ആദ്യം റെഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു UK ഒരു കസ്റ്റമർ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതായിരുന്നു. റെഡ് റോസ് ഫ്ലവർ. അവർക്കത് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ചെയ്യാം കേട്ടോ, നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഞാനിത് ചെയ്തിട്ടുള്ളത് മിൽക്ക് കോട്ടൺ യാൺസിലാണ്. അപ്പോൾ മിൽക്ക് കോട്ടണോ കോട്ടണിലോ അക്ലിക്കിലോ ഇതിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മിൽക്ക് കോട്ടൺ യാൺസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കളറിലുള്ള ഇത് യാൺസ് എടുക്കുക. പിന്നെ വേണ്ടത് ഇതിന് ഒരു സ്റ്റെം വേണ്ടേ, അതിനുള്ള ഒരു കമ്പി നമുക്ക് സ്റ്റേഷനറീസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു കമ്പി വേണം. പിന്നെ വേണ്ടത് ഒരു ഇതാണ് ഈ അലുമിനിയം, അല്ലെങ്കിൽ ആ അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ വളരെ നൈസായിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു ഇത് ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെമ്മും എല്ലാം നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഞാൻ ഇത് ഈ ഫ്ലവർ പെറ്റൽസിൻ്റെ ഇവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ഈ ലീഫിന് മാത്രമാണ് ഈ കമ്പി ഇങ്ങനെ വളരെ തിന്നാണ്, നൂല് പോലെ ഇരിക്കുന്നത് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ലീഫ് വെച്ച് അപ്പം ഇങ്ങനെ നിൽക്കില്ല, അങ്ങനെ ഇതുപോലെ സ്റ്റഡി ഇങ്ങനെ നിൽക്കില്ല എന്നേ ഉള്ളൂ. നമുക്ക് ലീഫ് അല്ലാതെയും ചെയ്തെടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിങ്ങനെ വേറെ ഏതെങ്കിലും ഗണ്ണ് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രം. പക്ഷെ ഗ്ലൂ ഗൺ ആണ് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാനായിട്ട്. കാരണം ഈ ഫ്ലെക്സ് ഗ്ലൂ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇത് ഉണ്ടല്ലോ, ഈ ത്രെഡ് ഈ ചെയ്തു വന്നിട്ടുള്ള ആ ഭാഗം ഏത് ഭാഗമാണോ എവിടെയാണോ നമ്മളത് സ്റ്റിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഹാർഡായിട്ട് വല്ല മെറ്റലൊക്കെ വെച്ച പോലെ നമുക്കപ്പോൾ തോന്നുക. അത്രയ്ക്കും ഈ ആണം കൊണ്ട് ഹാർഡായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് അത്ര കണ്ട് നല്ലതായി തോന്നിയില്ല. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിലാവുമ്പോൾ നമുക്ക് നല്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം ഗ്ലൂ ഇതിൽ വെച്ചാൽ മതി. മറ്റേത് സൂപ്പർ ഗ്ലൂ ഒക്കെ എത്ര കുറച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാലും അത് എന്തോ അതിൻ്റെ ഈ യാണിൻ്റെ ടെക്സ്ചർ ആകെ മാറി അതൊരു ഭയങ്കര ഹാർഡായിട്ട് പിന്നെ ഫ്ലവർ കാണാൻ ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ മുന്നേ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ നൂലുകൊണ്ട് മെല്ലെ തുന്നിയെടുക്കണം, നല്ല ശ്രദ്ധിച്ച്. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ യാതൊരു ടെൻഷനും ഇല്ല. നമ്മുടെ കൈമലായി പൊള്ളാതെ ഇരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭയങ്കര ഇഷ്ടമായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഇതാണ് പുതിയ വാട്സപ്പ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും അല്ലെങ്കിൽ പ്ലാൻസ് വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ ഈ പെറ്റലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് 3mm ഹുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മിൽക്ക് കോട്ടൺ യാൺസിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മാജിക് സർക്കിൾ ഇടുക. മാജിക് സർക്കിളിൻ്റെയൊക്കെ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇടുക എന്നുള്ളതൊക്കെ. അപ്പോൾ അറിയാത്തപ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയുണ്ടായിരിക്കും.
അതാണ് ഞാൻ വേഗം കാണിക്കുന്നത്. അപ്പോൾ മാജിക് സർക്കിൾ ഇട്ടു. ഇനി ഈ മാജിക് സർക്കിളിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഇത് നടുവിൽ ഒരു ചെറിയ പെട്ടലല്ലേ, അപ്പോൾ ചെറിയ പെട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ 5 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമുക്ക് സെൻറ്റർ ഭാഗം ഒരിത്തിരി ഒന്ന് ഇങ്ങനെ കുറച്ച് കുഴിവായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ സർക്കിൾ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ടൈലൻ്റ് വലിച്ചാൽ മതി, അത് ക്ലോസ് ആയിക്കോളും. എന്നിട്ട് പിന്നെ ഈ ആദ്യം ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ചെയിനിലേക്ക് നമ്മളിതിനെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കറക്റ്റ് എണ്ണി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊരു റൗണ്ട് ഷേപ്പായി വരിക അങ്ങനെ വേണ്ടു. എന്നാൽ നമുക്ക് ഒരു ചെറിയ കുഴിയോട് കൂടിയിട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു എണ്ണം കുറഞ്ഞു പോവുകയോ തെറ്റി പോവുകയോ ചെയ്താൽ നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മറ്റ് പാറ്റേണുകളിലെ പോലെയല്ല, ഇത് പെറ്റൽസ് അല്ലേ. അപ്പോൾ അത് പെറ്റൽസ് ഓരോ പെറ്റലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ച് തോന്നിയ പോലെ ചെയ്യാന്നല്ല ഉദ്ദേശം. അപ്പോൾ ഇനി ഇതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയ്ത് അതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റിൽ 2 സിംഗിൾ ക്രോഷ്യ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്തതിൽ 1 ചെയ്യും, പിന്നെ 2 അങ്ങനെ. ഇനി ഈ റൗണ്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇത് 5 ഡബിൾ ക്രോഷ്യ അല്ല 5 സിംഗിൾ ക്രോഷ്യ അല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കണ്ടോ ഒരു കുഴിവ് വരുന്നുണ്ടല്ലേ, ഇങ്ങനെ കുഴിഞ്ഞ് കിട്ടണം നമുക്ക്. അതാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ 6 എണ്ണമാണല്ലോ എടുക്കാറുള്ളത് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ. ഇത് 5 സിംഗിൾ ക്രോഷ്യയിൽ ചെയ്യുക. എന്നിട്ട് 1 ഇടവിട്ടിട്ട് ഇൻക്രീസ് ചെയ്യാം. ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, ഒരു ചെയിൻ ഇട്ടു. അതിന് ശേഷം ഇതിൽ 1 ചെയ്യാം, അടുത്തതിലും 1 ചെയ്യാം. അപ്പോൾ 2 ഓരോന്ന് വീതം. ഈ 3ാമത്തേൽ നമ്മൾ 2 ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. എണ്ണം കറക്റ്റ് തന്നെ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എന്ന് വെച്ച് എല്ലാം തോന്നിയ പോലെ ചെയ്യരുത്. ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അഥവാ എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയോ ഒരെണ്ണം വിട്ടുപോയോ കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ചെയിൻ ഇടുക, അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അടുത്തത് ചെയ്യുമ്പോൾ 1, 2, 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 4ാമത്തേൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. അപ്പോൾ 1, 2, 3. ഇനി അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ, 4ാമത്തേൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 3 ഓരോന്ന് വീതം, 4ാമത്തേൽ ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ ഒരു കുഴിഞ്ഞ ഷേപ്പിൽ കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാണ്. അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 1 ചെയ്തു, പിന്നെ 2ാമത്തേൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 3ാമത്തേൽ നമ്മൾ 2 ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇനി നമുക്ക് ഈ പെറ്റലിനെ ഒന്നിങ്ങനെ വൈഡായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ 1, 2 ഓരോന്ന് ചെയ്തു. പിന്നെ 3ാമത്തേൽ 2 സിംഗിൾ ക്രോഷ്യ. മനസ്സിലായോ? ഇപ്പോൾ എല്ലാം സിംഗിൾ ക്രോഷ്യ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ. 1, 2, 1, 2 അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി വൈഡായിട്ട് കിട്ടും. ഇപ്പം ആ സിംഗിൾ ക്രോഷ്യയുടെ റൗണ്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ റൗണ്ട് ചെയ്തു കേട്ടോ. ആ ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2 ഓരോ ഡബിൾ ക്രോഷ്യ, ഒരേ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 2ാമത്തേൽ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് ഇത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വൈഡായി കിട്ടാനും കുറച്ചൊരു ലെങ്ത്ത് ഇവിടെ വരാനും വേണ്ടിയിട്ടായിരുന്നു. ഇനി അടുത്തതും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. പിന്നെ ഇവിടെ പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പ് വരുത്താൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം.
ഒരു 1 ചെയ്തു, അവിടെ 2 ചെയ്തു, 3. നമുക്കത് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എന്തിൻ്റെ ഒരു ഷേപ്പ് വരണ അനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി വീണ്ടും ഇവിടെ ഇങ്ങനെ കുഴിയാവാൻ പാടില്ല, വൈഡായിട്ട് തന്നെ വരണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഹുക്കിനും യാണിനൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചൊരു ഹൈറ്റ് വരണം. ഇവിടെ ഡബിൾ ക്രോഷ്യാണ് ചെയ്യാം. അപ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരും. ഇതിലിവിടെ 2 കൊടുക്കുന്നുണ്ട്. കുറച്ച് എന്നാലേ ഇങ്ങോട്ട് വൈഡായി കിട്ടുള്ളൂ നമുക്ക്, ഇല്ലെങ്കിൽ കുഴിഞ്ഞു പോവുമല്ലോ. 1 2 3. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഏകദേശം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ നോക്കിയാൽ മതി. നിങ്ങളതിപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളങ്ങനെ നോക്കി ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തു പോയാൽ മതി കേട്ടോ. ഇനി ഇവിടെ ഇതിൽ ഞാൻ ഇവിടെയാണ് ഇൻക്രീസ് കൊടുക്കുന്നത്. പിന്നെ ഇനി അടുത്തത് ഡബിൾ ക്രോഷ്യാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി കുറച്ച് ഇവിടെ ഹാഫ് റൗണ്ട് വരയ്ക്ക് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്തതിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അടുത്തതിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഒരു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നില്ലേ. ഇനി അടുത്തതിലും 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്ത് ഈ ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 1 2 3 ഒരെണ്ണം വീതം ഡബിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 ഈ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വീണ്ടും 3 ഓരോ വീതം ഡബിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ഇവിടെ ബാക്കിൽ ചെയ്തില്ലേ, മറ്റേ സൈഡിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതിവിടെ ചെയ്ത് കഴിഞ്ഞ് റൗണ്ട് കഴിഞ്ഞു. ഇതിനിവിടെ നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ് കേട്ടോ. ഇതിങ്ങോട്ട് ജോയിൻ ചെയ്ത് ഇനി ഒരു 2 നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുവരാം. എന്നിട്ട് 2 ഡബിൾ ക്രോഷ്യ ഇടുക. അതായത് പെറ്റലിൻ്റെ അടിവശത്ത് ഒരു 2 സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതായത് നമ്മൾ പെറ്റൽ ചെയ്തെടുക്കുമ്പോഴേ എല്ലാ പെറ്റലും കൂടി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ പെറ്റലിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ കപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വശവും കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ത്രെഡ് കൂടെ കട്ട് ചെയ്ത് ഇതാണ് ഒരു പെറ്റലിൻ്റെ ഷേപ്പ്. ഇതിങ്ങനെ ചുരുട്ടിയാൽ ഈ പെറ്റലായി, കണ്ടില്ലേ, ഈ പെറ്റലായി ഇതിങ്ങനെ ചുരുട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് പെറ്റൽ വരേണ്ടത് കേട്ടോ. അത് ഇതിലും കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ ചെയ്യാം, വലുതായിട്ട് ചെയ്യാം, ഒക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ കണ്ടില്ലേ, അങ്ങനെയാണ് ഞാൻ ഈ 3 ചെയ്തെടുത്തത്. 1 2 3 ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പെറ്റൽസ് എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഇതുപോലെ തന്നെ ഒരു മാജിക് സർക്കിൾ ഇടുക. മാജിക് സർക്കിൾ ഇട്ടിട്ട് ഈ മാജിക് സർക്കിളിൽ നമുക്ക് ഒരു 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത് കേട്ടോ. 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ടൈലിൻ്റെ വലിച്ചു. നമുക്ക് ഇതിൽ ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മളിതിനെ ഇൻസേർട്ട് ചെയ്ത് ഇതിവിടെ ക്ലോസ് ചെയ്യാം. കണ്ടോ,
ഇനി നമ്മൾ ഇതിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആ പെറ്റലിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ ഒന്നിടവിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നിടവിട്ടിട്ട് ഇൻക്രീസ് ചെയ്യാം. ആദ്യം ഒന്ന് ചെയ്തു, പിന്നെ അടുത്തതിൽ 2 ഇൻക്രീസ് ചെയ്യുക, പിന്നെ അടുത്തതിലൊന്ന്, അടുത്തതിൽ 2 അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഒരു കുഴിയായിട്ട് വന്നില്ലേ. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ 6 സിംഗിൾ ക്രോഷേ ചെയ്തു, പിന്നെ എല്ലാത്തിലും 2 വീതം ചെയ്യും. റൗണ്ട് പാറ്റേൺ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. അത് നമുക്കിവിടെ ഒരു കുഴിവ് വരണം. കണ്ടോ, ഇതേപോലെ ഒരു കുഴിവ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 5 റോസ് അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പെറ്റലിന് ചെയ്തില്ലേ അതേപോലെ 5 റോസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ 5 റോ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 റോ ചെയ്തു. ഇനി ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷയാണ് കേട്ടോ. അപ്പോൾ 2 ഇടവിട്ടിട്ട് ഇൻക്രീസ് കൊടുക്കുക. 1 2 ചെയ്തു. മൂന്നാമത്തേൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ എത്ര വലുപ്പത്തിലുള്ള പെറ്റൽസ് ആണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടുത്തെ റോ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ വൈഡാക്കുന്ന റോയും അതിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഒരു 2 ഡബിൾ ക്രോഷേ, ഈ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. ഇനി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഫൈനലിൽ ഇങ്ങനത്തെ ഈ റോ ചെയ്യുകയാണ്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഈ റൗണ്ടും 6ാമത്തെ റൗണ്ടും ചെയ്തു. 1 2 3 4 5 6 6ാമത്തെ റൗണ്ട് ഹാഫ് ഡബിൾ ക്രോഷേ റൗണ്ട് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇത് റോ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങോട്ട് അതുപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോഴും അതെ, ഇവിടെ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷേ കുറച്ച് ചെയ്യും. എന്നിട്ട് ഇപ്പം നമുക്ക് കുറച്ച് വലിയ പെറ്റലാണ്, ഇതുപോലെ ഇവിടെ ഇങ്ങനെ നന്നായി വിടർന്നിരിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അപ്പോൾ കുറച്ച് മാത്രം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു 1/4 വശം, ഇപ്പോൾ ഇതേ ഇത്രയും പോർഷൻ മാത്രം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ എണ്ണങ്ങൾ കൂട്ടി കൂട്ടി എടുക്കുക. മനസ്സിലായി? അപ്പോൾ ഒരു ഇത്ര പോർഷൻ മാത്രം ചെയ്തിട്ട് കുറച്ച് ഭാഗം, അതായത് ഒരു 1/4 ഭാഗം എന്ന് പറയില്ലേ, അത്രയും ഭാഗം മാത്രം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ബാക്കി വശമൊക്കെ ഇങ്ങനെ ഡബിൾ ക്രോഷേ കൊണ്ട് ഇതിനെ വലുതാക്കി എടുക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, ചെറിയ ഒതുക്കത്തിൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ മാത്രം ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതുവരെയ്ക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ മാത്രം ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. എന്നിട്ട് എല്ലാ പെറ്റൽസും ഒരേപോലെ തന്നെ വരണമെന്നൊന്നുമില്ല. ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. കാരണം പെറ്റൽസ്, പൂവിൻ്റെ പെറ്റൽസ് ആകുമ്പോൾ ഒറിജിനൽ ആകുമ്പോൾ നമുക്ക് അത് പല ഷേപ്പിലായിരിക്കും പല പെറ്റൽസും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു പാറ്റേൺ തന്നെ ഇതേ സെയിം തന്നെ അടുത്ത പെറ്റലിലും വേണമെന്നൊന്നും വിചാരിക്കണ്ട. എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഹാഫ് ഡബിൾ ക്രോഷേ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ച് നീളം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് പിന്നെ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ ഇതാണ് സെൻറ്റർ വരുന്നത്. അതിപ്പോൾ മാർക്കർ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ പിടിക്കണം എന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അത്രയും മതി. ഇനി ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ നിർത്തി ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, അടുത്തേലും 1 ചെയ്തു, പിന്നെ 2 വീതം ചെയ്യാണ് കേട്ടോ. 1 2. അപ്പം അതിങ്ങനെ ഇങ്ങോട്ട് ഈ പെറ്റലിങ്ങനെ വൈഡായി വന്നോളും. ഒരു ചുളിവും ഒരു വേവി ടൈപ്പായിട്ട് വന്നിട്ടേ നമുക്ക് നല്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും ഫ്ലവറിന്. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാറ്റിലും അല്ല, ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നത് അറിയാലോ, അതിനനുസരിച്ച് 2 ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ സെൻറ്റർ വരണ്ടേ. അപ്പോൾ സെൻറ്ററിൽ എത്തുമ്പോൾ ഒരു 3 ഇതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ വീതം ചെയ്യും കേട്ടോ. 3 എണ്ണത്തിൽ 3 ഡബിൾ ക്രോഷേ വീതം ചെയ്യും. അപ്പോൾ 2 ഇത് ചെയ്തില്ല. ഇപ്പോൾ ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 എണ്ണത്തിൽ നമുക്ക്, അപ്പോൾ 3 ആകുമ്പോൾ ഈ സെൻറ്റർ കണ്ടോ
അങ്ങനെ നേരെ 3 എണ്ണം വരയ്ക്ക് നമുക്ക് ഒരെണ്ണത്തിൽ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ കേട്ടോ. 1 2 3. ഇനി അടുത്തതിലും അങ്ങനെ തന്നെ 1 2 3. ഇനി നെക്സ്റ്റും സെയിം തന്നെ 1 2 3. അപ്പോഴേക്കും കണ്ടില്ലേ ഒരു വേവി ടൈപ്പ് വന്നത് കണ്ടോ നമ്മുടെ നമ്മൾ കൂടുതൽ ചെയ്തപ്പോൾ. ഇനി ഈ 3 എണ്ണം 3 എണ്ണത്തിലും 3 എണ്ണം വീതം ചെയ്തില്ലേ. ഇനി 1 2 3 ചെയിൻ ഇട്ട് ഒരു പീക്ക്ഡ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ 2 എണ്ണം വരുന്ന ഈ ചെയിൻ ഇതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പോൾ കണ്ടോ ഇവിടെ ഒരു പോയിന്റിങ്, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. കണ്ടോ ഈ കാണുന്ന ഈ സെൻറ്റർ കണ്ടില്ലേ. അപ്പോൾ ഒരു പെറ്റലിന് ഒരു നല്ല ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ടല്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത 3 എണ്ണത്തിലും 3 എണ്ണം വീതം ഇത് ഇവിടെ ചെയ്തില്ല, സെയിം തന്നെ ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഇതുവരെയ്ക്ക് ചെയ്യുക. ഇവിടെ ചെയ്ത സെയിം തന്നെ ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ ആ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് സൈസിൽ വേണമെങ്കിലും ഈ റോ ഇങ്ങോട്ടുള്ളത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് വലിയ പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ട് കുറച്ച് ഇവിടുന്ന് തൊട്ടിട്ട് ഈ ഡബിൾ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പെറ്റലിനെ ഷേപ്പാക്കി എടുക്കാം. പിന്നെ ഇതിങ്ങനെ വെറുതെ ഇവിടെ വലിച്ച് ടൈറ്റാക്കി ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ ഹൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മൾ ഈ പെറ്റൽസൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിക്കോളും, അവിടെ ഓൾറെഡി ഹൈഡ് ആയിക്കോളും. അപ്പം അങ്ങനെ ചെയ്തെടുക്കും. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇത്. ഇനി നമ്മൾ കൂട്ടും കുറയ്ക്കുകയും അതിൻ്റെ റോയ്ക്ക് അനുസരിച്ച് വലുപ്പം. അപ്പോൾ ഉള്ളിലത്തെ പെറ്റൽസ് ഇനിയും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം, വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കാം. ഇതാണ് ഇതിൻ്റെ ഈ പെറ്റൽസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ അടിവശത്ത് വയ്ക്കുന്ന ആ ഒരു കപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രീൻ കളറിലുള്ള അത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്രീൻ യാണാണ് എടുത്തിരിക്കുന്നത്. ഇത് മിൽക്ക് കോട്ടൺ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മാജിക് റിങ് ഇടുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് 3 mm ഹൂക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ 3.5 mm ഹൂക്കാണ് എടുക്കുന്നത്. കാരണം അതിൻ്റെ ആ ഫ്ലവർ പെറ്റൽസ് വരുന്ന അടിവശം കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കപ്പിനും സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ ഹുക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതെടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് വലിപ്പം ഞാൻ ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി ഇതിൽ നമുക്ക് ഒരു 6 സിംഗിൾ ക്രോഷ്യ മാജിക് റിങ് ഇട്ടു. ഇനി ഇതിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇത് റിങ് നമ്മൾ ഈ യാൺ വലിച്ച് ടൈൽ വലിച്ച് നമ്മളത് ടൈറ്റ് ചെയ്തു. ഇനി ആദ്യം ചെയ്തിട്ടുള്ള ആ സിംഗിൾ ക്രോഷ്യയില്ലേ അതിലേക്ക് ആ ചെയിൻ സ്പേസിലേക്ക് നമ്മളതിനെ ഇൻസേർട്ട് ചെയ്ത് ഇതിവിടെ ക്ലോസ് ചെയ്തു. കണ്ടോ, റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി ഇതിലെല്ലാം ഓരോന്നിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടതിന് ശേഷം ഈ സെയിം സ്പേസിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ, 1 2 എല്ലാറ്റിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം എല്ലാറ്റിലും 2 എണ്ണം വീതം ചെയ്തു. അപ്പോൾ മൊത്തം ഇവിടെ 12 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് ചെയ്ത ഈ ഇതിലേക്ക് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ ഇത് ലോക്ക് ചെയ്യാം. ഇനി വീണ്ടും ഒരു ചെയിൻ ഇടുക, അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്തതിൽ 1, പിന്നെ നെക്സ്റ്റ് 2, 1 2 അങ്ങനെ ചെയ്തെടുക്കുക റോ മുഴുവനായിട്ട്.
അപ്പം ഇതാ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അവിടെ 12 ആയിരുന്നല്ലോ ആദ്യത്തേൽ, ഇപ്പം അത് 18 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തെടുത്തു. വീണ്ടും അടുത്ത ഒരു റോയും കൂടിയും ചെയ്യണം കേട്ടോ. അടുത്ത റോ ചെയ്യുമ്പോൾ ആദ്യത്തേൽ ഒരെണ്ണം ചെയ്തു, നെക്സ്റ്റും ഒരെണ്ണം ചെയ്തു, അടുത്തതിൽ മൂന്നാമത്തേൽ നമ്മൾ 2 ചെയ്യണം കേട്ടോ. 2 സിംഗിൾ ക്രോഷേ. ഇതാ 1, രണ്ടാമത്തേലും ഒരെണ്ണം ചെയ്തു, നെക്സ്റ്റ് നമ്മൾ 2 ചെയ്യണം. ഇങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതേ സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണേ. ഇനി ഇവിടെ ഒന്നും ഇൻക്രീസ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു കപ്പ് ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഇനി എവിടെയും ഇൻക്രീസ് ഒന്നും നമ്മൾ ചെയ്യില്ല. ഇതിപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കണ്ടോ തന്നെ കുഴിഞ്ഞു വരുന്നുണ്ടോ. അപ്പം ഇനി കണ്ട് ഒരു 4-5 റോയും കൂടിയും ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം അതിൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് നിർത്താം. ഇപ്പം ഞാൻ ഒരു 3 റോ ഇങ്ങോട്ട് താഴേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 റോ കൂടിയും എക്സ്ട്രാ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിൽ വന്നില്ലേ. ഇനിയിപ്പോൾ ഇവിടെ ഇത് കിട്ടിയിരിക്കുന്നത് 24 എണ്ണമാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രീൻ ചെയ്യുമ്പോൾ 5 ആ ഒരു ഏതളായിട്ടാണ് വരേണ്ടത്. 5 പെറ്റൽസ് ആണ് ഇവിടെ നമുക്ക് വരേണ്ടത്. പൂവിൻ്റെ അടിയിൽ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ആ 5 പെറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, ഇനി ഇവിടെ ഒരു 6 ഇൻക്രീസും കൂടി വരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് 3-ാമത്തേലാണ് ഇൻക്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ 4-ാമത്തേൽ ഇൻക്രീസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെയിൻ ഇട്ടു, 1, 2, 3, 4-ാമത്തേൽ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 30 എണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. കാരണം ആദ്യം 24 എണ്ണത്തിലല്ലേ നിന്നിരുന്നത്, 24 എണ്ണം. അപ്പോൾ ഇവിടെ കൂടി ഇൻക്രീസ് ചെയ്തപ്പോൾ 6 എണ്ണം വീണ്ടും ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 30 എണ്ണം കിട്ടി. അപ്പം ഇനി നമുക്കിതിനെ 5 പെറ്റൽസ് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്, മനസ്സിലായ. ഇനി നമുക്ക് ആ പെറ്റൽസ് ചെയ്തെടുക്കാം. ഒന്നുകിൽ മാർക്കർ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറില്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് 5 എണ്ണമല്ലേ വേണ്ടത്. അപ്പോൾ 30-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 6 എണ്ണം, 6 സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൽ 1 ചെയ്തു, 1, 2, 3, 4, 5, 6 എണ്ണം ചെയ്തു. ഇനി നമ്മളിത് ഒരു ചെയിൻ ഇടുക, എന്നിട്ട് ഇതിനെ തിരിച്ച് പിടിക്കുക. അതായത് ഇവിടെ ഇങ്ങനെ നീട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, മനസ്സിലായി. ഞാൻ അടുത്തത് വീണ്ടും സിംഗിൾ ക്രോഷേ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. 2, 3, 4, 5, 6 എണ്ണം ചെയ്ത്, മനസ്സിലായില്ലേ. ഒരു ചെയിൻ ഇട്ടു, ഇനി ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക. ഇനി ഒരു സ്റ്റെപ്പും കൂടിയും ഈ 6 എണ്ണം തന്നെ ചെയ്യാം നമുക്ക് കേട്ടോ. 1, 2 ചെയിൻ ഇടുക, എന്നിട്ട് നമ്മൾ വീണ്ടും ടേൺ ചെയ്യാം. ഇനി നമ്മളിവിടെ 1 ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ക്രോഷേ, അടുത്തതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷയും കൂടിയും ചെയ്തു. പിന്നെ അടുത്തത് ഡിക്രീസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 1 എടുത്ത് ഇങ്ങനെ വലിച്ച് വീണ്ടും അങ്ങനെ ഇത് 2-നും കൂടിയിട്ട്, അപ്പോൾ അതവിടെ ഇപ്പോൾ അവിടെ 5 എണ്ണമായി മാറി. ഇനി 1 അടുത്തതിലും 6 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ അത് 1 ഡിക്രീസായി വന്നത് കണ്ടില്ലേ. ഇനി വീണ്ടും ചെയിൻ ഇടുക, തിരിച്ചു പിടിക്കുക, 1 എടുക്കുക, വീണ്ടും 1 കൂടി നമുക്ക് ഇതിനെ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ 4 എണ്ണമായി വരും. അപ്പോൾ 1 കൂടി വീതി കുറഞ്ഞില്ലേ. ഇനി 4 എണ്ണത്തിൽ നമുക്ക് ഒരു റോയും കൂടിയും ചെയ്യാം. അപ്പം 4 എണ്ണമായിട്ട് ഒരു റോയും കൂടിയും ചെയ്യാം.
1 2 3 4 ഉണ്ടോ. അപ്പോൾ നമുക്കിത് എത്ര നീളത്തിൽ നമ്മൾ എടുക്കണമെന്ന് അതിനനുസരിച്ച് നമുക്ക് ഇതിനെ നീട്ടി കൊണ്ടുപോകട്ടോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതേ ചെയിൻ ഇട്ടു, ഞാൻ തിരിച്ചു പിടിച്ചു. ഇനി ഒരു റോയും കൂടിയും ചെയ്യാമെന്ന് തോന്നുന്നു, ഒരു റോയും കൂടിയും ചെയ്യാം. ഇനി അതെല്ലാം നമുക്കത് നീളം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറയ്ക്കുകയും ചെയ്യാം. ഇത്രയല്ലേ ഉള്ളൂ, അതൊന്ന് അഴിച്ചു നോക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അത് പറയാൻ കാരണം നിങ്ങളൊക്കെ ഏത് സൈസിലുള്ള ഹുക്ക് സൈസിലാണോ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ലേ, ഇതാണ് ഇതിന് നല്ലത്. നമ്മുടെ ഫ്ലവറിൻ്റെയും സൈസിനനുസരിച്ച് ഇതായിരിക്കും ഇതിൻ്റെ ഭംഗിയെന്ന് നമുക്ക് തോന്നുമല്ലോ. ആ ഒരു ലെങ്ത്തിൽ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ 3 റോ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഡിക്രീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഡിക്രീസ് ചെയ്യാണ്ട് നടുവിൽ വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. 1 അതേപോലെ ഇത് ഒരെണ്ണം ഡിക്രീസായി. ഇപ്പോൾ ഇവിടെ 3 വന്നിട്ടുണ്ട് കേട്ടോ. 3 സിംഗിൾ ക്രോഷേ വന്നു. ഞാൻ തിരിച്ചു പിടിച്ച് 3 നോക്കിക്കോളൂ. 1 2 3 കണ്ടില്ലേ, ഡിക്രീസായി പോകുന്നത് കണ്ടില്ലേ. ഇനി ഇത് ഒന്നുകൂടി 3 ഒന്നും കൂടി ചെയ്യാം. 3 ഇനി ഇത് തിരിച്ചു പിടിക്കുകയാണ്. ഇനി വീണ്ടും ഡിക്രീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ 2 അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ സെൻറ്ററിൽ ചെയ്യാൻ ഓർത്തിയില്ല, ഇങ്ങനെ തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 2 മാറിയിപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി ഇത് വീണ്ടും ഒരു റോയും കൂടി ചെയ്യാം. 1 2 കണ്ടോ. അപ്പോൾ അതിങ്ങനെ നീണ്ടു വന്നു. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് കൊടുക്കാം, ഈ 2 തന്നെ ഒന്നും കൂടി കൊടുത്തിട്ട്. കാരണം അതിൻ്റെ ഒരു ലെങ്ത്ത് കറക്റ്റായി വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇത് 2 കൂടി ഒന്നാക്കാൻ പോവാണ്. ഇപ്പോൾ 2 ലാസ്റ്റുള്ളത് 2 കൂടി ഒന്നാക്കാൻ പോവാണ് കേട്ടോ. ഒരെണ്ണം എടുത്തു, ഇത് അടുത്തതിലും കൂടി എടുത്ത് 2 കൂടി ഒന്നാക്കി തിരിച്ച് പിടിച്ച് അതിലെണ്ണ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിൽ വന്നു. ഇനി ഒരു ഇതിട്ട് ഇതിനെ വലിച്ചെടുക്കുക, കട്ട് ചെയ്തിട്ട്. ഇപ്പം അതോടെ ചെയ്തിട്ട് ലാസ്റ്റ് ഒരെണ്ണം വന്നില്ലേ, എന്നിട്ട് ആ നൂല് വലിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഭാഗം കട്ടായിപ്പോയി, അതാണ്. എന്നിട്ട് ആ ത്രെഡ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കത് എത്ര നീളത്തിൽ എങ്ങനെ ഷേപ്പിൽ അനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതേ 1 2 ഇനി 5 മൊത്തത്തിൽ 5 കിട്ടണം. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഒന്ന് ചെയ്തപ്പോഴേ എനിക്ക് ഇത്തിരി നീളം കൂടുതൽ തോന്നി. അപ്പം ഞാനൊന്ന് ചെറുതാക്കി. അപ്പോൾ അതായത് ഇത് 6 സിംഗിൾ ക്രോഷേ ചെയ്യുന്നില്ലേ, അത് 2 റോ ചെയ്യുക. പിന്നെ 5 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതും 2 റോ, 4 സിംഗിൾ ക്രോഷേ 2, 3 സിംഗിൾ ക്രോഷേ 2, അങ്ങനെ എല്ലാം ഈ 2 റോ വീതം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു നല്ലൊരു ഷേപ്പിലും കറക്റ്റായിട്ടും കിട്ടും. ഞാനിവിടെ ഫസ്റ്റ് ചെയ്തു വന്നപ്പോൾ കുറച്ച് നീളം കൂടിയപ്പോൾ ഞാനത് അഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇന്ന് മിസ്സായിപ്പോയി, അതാണ്. അപ്പോൾ മനസ്സിലായില്ലേ. ഇപ്പൊ 6 ഇവിടെ 6 സിംഗിൾ ക്രോഷേ അല്ലേ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് 2 ചെയ്യുക. അടുത്ത് ഡിക്രീസ് ചെയ്തിട്ട് 5 2 ചെയ്യുക. വീണ്ടും ഡിക്രീസ് ചെയ്യുക. 4 2, 3 2, 2 2, അങ്ങനെ ചെയ്തെടുക്കട്ടെ. ലാസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ ത്രെഡ് ഒന്നിങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഈ ബാക്കി നിൽക്കുന്നത് കുറച്ച് ഭംഗിയിൽ നമ്മൾ റോസ് പെറ്റൽസ് ഒക്കെ കണ്ടിട്ടില്ലേ, റോസിൻ്റെ അടിവശത്ത്, അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ഈ 2 റോ വീതം ചെയ്താൽ മതിയെന്ന്. അതിപ്പോൾ നിങ്ങൾ ഏത് ബുക്ക് സൈസാണോ എടുക്കുന്നത്, എങ്ങനത്തെ ത്രെഡാണോ എടുക്കുന്നത്, അതിനനുസരിച്ചൊക്കെ അത് ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഒരെണ്ണം ചെയ്ത് നോക്കുക, എന്നിട്ട് ഫ്ലവറിന്റെ ബാക്കിൽ നിന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ഭംഗി, ഇതാണ് ഇതിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടാൽ തോന്നുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇവിടെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇതപ്പോൾ നമ്മൾ അതുകൊണ്ട അതിങ്ങനെ ഈ കപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ വേണ്ടത് ലീവ്സാണ്. അപ്പോൾ ലീവ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടി പെറ്റൽസ് എല്ലാം കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യണത്. സ്റ്റിക്ക് ചെയ്തിട്ട് നല്ലൊരു സ്റ്റെമ്മിൽ നമുക്കെല്ലാം സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതിൻ്റെ ഫുള്ള് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ പെറ്റൽസും എല്ലാം ചെയ്തെടുത്തിട്ട് കണ്ടോ. ഇതാണ് ഉള്ളിലിരിക്കുന്ന ആ പിങ്ക് പെറ്റൽസ് അങ്ങനെ വന്നു. പിന്നെ ഇത് 3 എണ്ണം, അടുത്തത് 3 എണ്ണം. ഇതെല്ലാം ഏകദേശം ഒരേ വലുപ്പം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പ് കണക്കാക്കിയാൽ മതി, അല്ലാതെ ഇത് ഇത്ര എണ്ണം കറക്റ്റ് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സിലായോ? കാരണം പെറ്റൽസ് അല്ലേ, റോസ് ഫ്ലവറിന്റെ പെറ്റൽസ് ആകുമ്പോൾ തന്നെ പലതും പല ഷേപ്പിലായിരിക്കുമല്ലോ. എല്ലാം കറക്റ്റ് ഒരേ ഷേപ്പിൽ വരണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്ക് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു റോ തെറ്റി കഴിഞ്ഞപ്പോൾ എന്താ ഒരു എണ്ണം തെറ്റി എങ്ങനെയാണ് എന്നുള്ള ഒരു ടെൻഷനും പ്രശ്നമൊന്നും വേണ്ട. ഇത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ്, ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ഫ്ലവർ ചെയ്ത് വരുമ്പോൾ കറക്റ്റായി ഇരിക്കണം എന്നുള്ള ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്തതിൽ തന്നെ ഓരോ ലീഫും ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ല, എല്ലാ പെറ്റൽസും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ വരുന്നത് ഈ പിങ്കാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും ഈ ക്രീം പെറ്റൽസ് വെക്കുന്നു. പിന്നെ അടിവശത്തായിട്ട് ഈ ഗ്രീൻ കപ്പും വെക്കുന്നു. അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് ഒന്നിച്ച് ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്തു, അടുത്തടുത്ത് ഇത് സ്റ്റിക്ക് ചെയ്തു, അങ്ങനെ അടുത്തതെടുത്ത് സ്റ്റിക്ക് ചെയ്തു, അങ്ങനെ നോക്കാതെ അങ്ങനെ ചെയ്യാതെ നമ്മളിതിനെ ഓരോന്നിനും നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് ഇതിൻ്റെ ഷേപ്പ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നത് അത് ഭംഗിയല്ലേ എന്ന് നോക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഈ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് വേണം, അങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെ എല്ലാ പെറ്റൽസും വരണ്ടേന്ന്. അതിനനുസരിച്ച് ചെയ്തിട്ട് മാത്രം ഇത് സ്റ്റിക്ക് ചെയ്യാവുള്ളൂ. അല്ലാതെ അത് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു വെക്കുന്നതോടുകൂടി തന്നെ സ്റ്റിക്ക് ചെയ്ത് പോകുമ്പോൾ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ റഫായിട്ടൊന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുക, പെറ്റൽസൊക്കെ കറക്റ്റ് പൊസിഷനിലല്ലേ, കറക്റ്റായി വന്നില്ലേ എന്നൊക്കെ നോക്കിയതിന് അതിൻ്റെ ഫ്ലവർ എങ്ങനെ പിടിക്കുമ്പോഴുമാണ് ഭംഗി കൂടുതൽ വരുന്നത്. അതിനനുസരിച്ച് പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം പിന്നെ അത് എടുത്ത് മാറ്റിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഫ്ലവറിന് നല്ലൊരു ഷേപ്പ് കിട്ടുള്ളൂ. കണ്ടോ? അപ്പം നോക്കി ഞാൻ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് പിടിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ നല്ലൊരു ഷേപ്പ്, ഇങ്ങനെ ഫ്ലവറിൻ്റെ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ നല്ലൊരു ലുക്ക് വരുന്ന പോലെ. ഇനി അടിയിലെ കപ്പും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഇനി എടുത്തിട്ട് നമുക്കറിയാമല്ലോ എവിടെയൊക്കെ വെച്ചെന്നുള്ളത്, എന്നിട്ട് അതിനനുസരിച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുക ഓരോന്നായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഗ്ലൂ ഗൺ ഈ സ്റ്റിക്കിൽ കണ്ടോ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഇതിൽ ഗ്ലൂ ഗൺ വെച്ചാണ് ഞാനതിന് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നവർ അറിയില്ലേ, ഇങ്ങനെ ഈ ഒരു സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇതിൽ ഇതേ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത്തത് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ മതി. ഇത് കറണ്ടിനാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ചെറുതായി തൊട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പിന്നെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഗ്ലൂ വരികയാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് കാലമായി വാങ്ങിച്ചിട്ട്. ഇതിനെ അന്ന് വാങ്ങിക്കുമ്പോൾ 250 രൂപയായിരുന്നു.
ഇപ്പോഴും പല റേറ്റിലും കാണാം. ഇത് വളരെ ചെറിയ ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. എങ്ങനെയുണ്ടാവും എന്നും അറിയില്ലല്ലോ. അപ്പോൾ ട്രയലിന് വേണ്ടി വാങ്ങിച്ചത്. പക്ഷേ കുറേ കാലമായി ഞാൻ ഇത് യൂസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഈ വരുന്ന ഗ്ലൂ നമ്മുടെ കയ്യിലൊക്കെ ആവാതെ നോക്കുക. കാരണം നല്ല ചൂടുണ്ടായിരിക്കും. പിന്നെ നല്ല ചൂടായി തന്നെയാണ് ഇത് നല്ല ശരിക്ക് ഇവിടെ സ്റ്റിക്കാവുള്ളൂ. അപ്പോൾ ആദ്യം ഉണ്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഗ്ലൂ വരുന്നുണ്ടല്ലേ, ഇത് കുറച്ചാക്കി കൊടുക്കുക. പിന്നെ ഈ സ്റ്റിക്ക് എടുത്ത് ഇതിൽ വെച്ചു, അതോടെ സ്റ്റിക്കാവും കേട്ടോ. ഒരു പെറ്റലിനെ നമ്മൾ വെച്ചു. അപ്പോൾ ഈ പെറ്റൽസ് വെക്കുമ്പോൾ നമ്മൾ ഇത് ഈ ചെയ്തിട്ടുള്ള വശം ഇങ്ങനെ ബാക്ക് വശത്തേക്ക്, അതായത് പുറകിലേക്ക്, ഈ ഭാഗമാണ് ഉള്ളിലേക്ക് വരുന്നത്. റൈറ്റ് സൈഡ് പുറമേക്കും റോങ് സൈഡ് ഉള്ളിലേക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തു. ഇനി ഇതിനും കൂടി ഇവിടെ ചുരുട്ടി വയ്ക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഒന്നുകൂടി ഗ്ലൂ വെച്ചിട്ട് നമുക്ക് കണ്ടോ അതോടെ സ്റ്റിക്കായി. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ വെച്ചു. ഇനി അടുത്ത പെറ്റൽ വയ്ക്കുക. അതിൻ്റെ തൊട്ട് ഒരേ സൈസിലുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് സൈസ് കൂടിയതോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് ഇതിൽ ഗ്ലൂ വെച്ചിട്ട് അങ്ങോട്ട് മറച്ചാൽ മതി. ഇത് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ വെച്ചിട്ട് കറക്റ്റല്ലേ എന്ന് നോക്കുക കേട്ടോ. അതിന് ശേഷം ചേർത്താൽ മതി. ഇങ്ങനെ ഓരോ പെറ്റൽസ്. അപ്പോൾ പെറ്റൽസ് വെക്കുമ്പോൾ നമ്മൾ ആദ്യം പൊസിഷനൊക്കെ നോക്കി കറക്റ്റാണല്ലേ, കുറച്ച് 2-3 പെറ്റൽസ് വെച്ച് നോക്കുക. അപ്പോൾ ഈ പെറ്റൽസ് വെച്ചിട്ട് ഇപ്പോൾ നേരിട്ട് ഇത് ഒട്ടിക്കുക, വീണ്ടും അടുത്ത് വെക്കുക, ഒട്ടിക്കുക, അങ്ങനെ ചെയ്യാതെ ഇതിപ്പോൾ ഇത് 2 ഓക്കെ ആയില്ലേ. ഇനി ഇതിങ്ങനെ വെക്കുക, ഇതിൻ്റെ പൊസിഷൻ നോക്കുക. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരാ, അടുത്ത 2 പെറ്റലും കൂടി വെച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്, 2-3 പെറ്റൽ വെച്ച് നോക്കുക. നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കുക, അതിൻ്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കി. അപ്പോഴാവും ഈ ഉള്ളിലെ ലെയർ കറക്റ്റായി വരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം എങ്ങനെയാണ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എങ്ങനെ വന്നാലാണ് ഭംഗി നോക്കിയതിന് ശേഷം അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെ വെച്ചാൽ അങ്ങനെ മതിയെന്ന്. എന്നിട്ട് പിന്നെ ഇതെടുക്കുക, എന്നിട്ട് വീണ്ടും ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ പെറ്റൽസും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതുണ്ട്, ഈ 3 പെറ്റൽസ് എടുത്തു സ്റ്റിക്ക് ചെയ്തു. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിതുപോലെ തന്നെ പൊസിഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റും എല്ലാം കറക്റ്റായിട്ട് വരണം. എല്ലാം ഇതിപ്പോൾ നമ്മൾ വെച്ചു, ഇതിനേക്കാളും ഒരുപാട് പൊങ്ങി നിന്നാലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനാ പറയണേ, എല്ലാം ഒരു 2-3 വട്ടം നമുക്കൊന്ന് വെച്ച് നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളിതൊക്കെ ഒന്ന് അതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കുക എന്ന് പറയുന്നത് അതാണ്. എങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു ഒറിജിനൽ ലുക്ക് വരുന്ന അത് നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് ഓരോ പെറ്റൽസും പല സൈസിലായിരിക്കും നമുക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്താലും ഓക്കെ ആവുമെന്ന്. അപ്പോൾ ആദ്യം വെക്കുന്നത് ചെറിയ പെറ്റൽസ് വെക്കുക, പുറമേക്ക് വരുന്നത് വലിയ പെറ്റൽസ്. അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് കറക്റ്റ് കണക്ക് നോക്കിയിട്ടൊന്നല്ല ചെയ്യണത്. എൻ്റെ പെറ്റൽസ് അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് വരുന്നത്, സ്മോൾ സൈസായി വരുന്നത് ഉള്ളിലേക്ക് ആദ്യം വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ പുറം ഭാഗത്തായിട്ട് വലുത് വെച്ച് വരിക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലൂ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇത് ഒട്ടില്ലേന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആക്കരുത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ആ ഗ്ലൂവിൻ്റെ ഒരു ആ ഭാഗം ഗ്ലൂ ആയിട്ട് കൂടുതലായിട്ടുള്ള ഭാഗം ഇവിടെ തൊടുമ്പോൾ നമുക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാക്കിയാൽ മതി. പക്ഷേ ഇത് നല്ല ചൂടായിരിക്കണം, ഓൺ ചെയ്ത് ഓഫാക്കാൻ പാടില്ല. നല്ല ആ ചൂടിൽ തന്നെ നമ്മൾ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടത് നമുക്ക് ഇവിടെ സ്റ്റിക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി. അപ്പം ചൂട് കുറയുമ്പോഴാണ് അത് ഒട്ടിയില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും കുറേ ആക്കും. അപ്പോൾ അതിവിടെ ഹാർഡായിട്ട് നിൽക്കും.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല ചൂടായതിന് ശേഷം മാത്രം സ്റ്റിക്ക് ചെയ്യാൻ എടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം എല്ലാം ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇനി കണ്ടോ, ഇതിങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ കപ്പിൽ അതിങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല ഷേപ്പ് കിട്ടും അവിടെ. മനസ്സിലായോ? അപ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പെറ്റൽസിനൊക്കെ നമുക്ക് എങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ആദ്യം നടുവിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് ഇതിനെ ഷേപ്പാക്കി എടുക്കാം നമുക്ക് കറക്റ്റായിട്ട്. ഇനി ഇതിലേക്ക് ഇറക്കിയെടുക്കണം. അപ്പോൾ ഈ കണ്ടോ, ഈ വശം ബാക്കിലേക്ക് ഇങ്ങനെ പുറമേക്കാവണം, മറ്റേത് ഉള്ളിലേക്കും. നമ്മൾ തുന്നിയെടുത്ത് വരുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞുണ്ടാവും. അപ്പോൾ ഇതിനെ ഇതിൽ ഇറക്കിയെടുക്കാം. ഈ ത്രെഡിനുണ്ട് ബാക്കിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത് ഇങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മൾ മാജിക് സർക്കിൾ ചെയ്ത ഈ സെൻറ്ററിൽ കൂടെ വേണം നമ്മളിതിനെ ഈ കമ്പി ഉണ്ടല്ലോ ഇതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇതിലൂടെ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ കയറ്റി കൊടുക്കാം. ഇതിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക. അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അവിടെ നല്ലൊരു ഷേപ്പ് പൊട്ടിപ്പോയി. പിന്നെ ഇങ്ങനെ എല്ലാം വലിച്ച് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ അല്ലാതെ കൊണ്ട് വലിച്ചു കൊണ്ട് കയറ്റണ്ട കേട്ടോ, അപ്പോൾ ഭംഗി കിട്ടില്ല. ഇനി നമ്മൾ ഈ ഓരോ പെറ്റൽസിനെയും ഇതിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി, ആ ഗ്രീനും കൂടി വന്നപ്പോൾ കണ്ടില്ലേ, ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അതിങ്ങനെ വെച്ച് ഇതിനെ നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യണം. ഇതിവിടെ ഫുള്ള് സ്റ്റിക്ക് ചെയ്യണമെന്നില്ല, ഒന്നിങ്ങനെ നിൽക്കുക. നമുക്ക് അങ്ങനെയാണല്ലോ സാധാരണ ഫ്ലവറിനൊക്കെ ഇങ്ങനെ കുറച്ച് വിടർന്ന് നിൽക്കുന്നതാണല്ലേ. അപ്പോൾ അതേപോലെ കണ്ട അതൊരു ഒറിജിനൽ ഫ്ലവറിൻ്റെ ലുക്കിലേക്ക് വന്നത് കണ്ട. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനിയും കൂടുതൽ നിൽക്കണ ഈ ഇതുണ്ടല്ലോ, ഈ ആണ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു അങ്ങനെ ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു അറ്റം ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഭംഗി കിട്ടുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല രസമായിട്ടുള്ള ഒരു ക്രീം റോസ് ഉണ്ടോ. ഇനി ഇതിനൊരു ഈ യാണെന്നെ ഇതിൽ ചുറ്റിയെടുക്കുക, കുറച്ചുകൂടി നീളത്തിലെടുത്തിട്ട് ചുറ്റിയെടുക്കുക. പിന്നെ ലീഫ് അറ്റാച്ച് ചെയ്യുക. ലീഫിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കാണിക്കാത്ത, ഒരുപാട് ലെങ്തിയാവും. അപ്പോൾ ഇനി അതും കൂടി നമുക്കിതിൽ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ ഡ്രസ്സല്ലേ, നല്ലൊരു റോസ് ഫ്ലവർ നോക്കി, എന്തൊരു ഭംഗിയുള്ള ഫ്ലവറാണ് നോക്കി, നല്ല ഡ്രസ്സല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തു, കണ്ടില്ലേ, നല്ല ഭംഗിയായില്ലേ. അതുപോലെ തന്നെ ലീഫ് ഇതിൽ അറ്റാച്ച് ചെയ്തു. പിന്നെ ഒരു ഗ്രീൻ ത്രെഡ് തന്നെ യൂസ് ചെയ്ത് ഇതിങ്ങനെ ചുറ്റിയെടുത്തു. ഇതൊക്കെ ഗ്ലൂ ഗണ്ണിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ പഠിഞ്ഞില്ലേ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഫ്ലവറോടെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, മിൽക്കോട്ട ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മെസ്സേജ് ഇട്ടാൽ ഞാൻ വിളിക്കരുത്, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കേട്ടോ.